അലീന ഇനി ആര് പറഞ്ഞാലും കേൾക്കില്ല. അവള് പോകുന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് ബാലേന്ദ്രന് മനസ്സിലായി. ഇനി താൻ പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടോ. അതുകൊണ്ട് തന്നെ ഗോവർദ്ധനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു സ്ഥലം വരെ പോണം, താനും കൂടി എന്റെ കൂടെ വരണം എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടിയിട്ട് അന്ന് ദിവസം പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. അല്ല, എങ്ങോട്ടേക്കാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം, നീ എന്റെ കൂടെ വന്നാ മതി എന്ന് പറയുന്നുണ്ട്. അന്ന് രാവിലെ അനില ചോദിക്കാണ്, അല്ല അച്ഛൻ എങ്ങോട്ടാ പോണേ? ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാം, കുറച്ച് ദൂരെയാ, അതുകൊണ്ട് രാത്രി വൈകിയേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അലിയ പറയാണ്, അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം, അതിനുവേണ്ടിയുള്ള സൗകര്യം അച്ഛൻ ഒരുക്കി തരണം എന്ന് പറയുമ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണേ. അലീന പോകുന്നതിനോട് ബാലേന്ദ്രന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആലീനോടൊപ്പോ നല്ല ദേഷ്യം കാണിക്കാണ്. ബാലേന്ദ്രൻ പോയതിനു ശേഷം അലീന ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. ബബിയും രോഹിയും കൃഷ്ണയും പുറകിലോ നിൽക്കുകയാണ് കേട്ടോ. ബബി ചോദിക്കാണ്, അല്ല ചേച്ചി, അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞല്ലേ പോകണ്ടാന്ന്, പിന്നെ എന്തിനാ ചേച്ചിക്ക് ഇത്രയ്ക്ക് വാശി? രോഹി ചോദിക്കാണ്, അതെ അച്ഛൻ്റെ മകളില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഞങ്ങളുടെ കൂടെപ്പിറപ്പാണെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി ഞങ്ങളെ ഇട്ടിട്ട് പോവോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് രോഹി ഞാൻ ഞങ്ങളെ ഇട്ടിട്ട് പോകുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും അച്ഛനോട് അത്യാവശ്യം, അല്ലാതെ ഇടയ്ക്ക് എപ്പോഴും വന്ന് കയറിയ ഞാനല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സ്നേഹവും പ്രൊട്ടക്ഷനും എല്ലാം വേണം. ആ ഒരു പ്രായമായത് അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്കത് മാത്രം കണ്ടാൽ മതി, എങ്കിലേ എനിക്ക് സന്തോഷമാവുള്ളൂ. അല്ലാതെ ഞാൻ കാരണം ഈ കുടുംബം പിരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഓരം വിട്ട് നിൽക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാ ഞാൻ പോകാൻ തീരുമാനിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പം ബബി ചോദിക്കാണ്, അല്ല എങ്ങോട്ട് പോവാനാ ചേച്ചിയുടെ ഉദ്ദേശം? എങ്ങോട്ടേക്കാ പോണെന്നും എനിക്കറിയില്ല, പക്ഷേ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എന്നെ അച്ഛൻ ആക്കുള്ളെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോവാണ്. കൃഷ്ണയോടൊപ്പം ബബി ചോദിക്കാണ്, നീ എന്താടി ചേച്ചിയോട് പോകണ്ടെന്ന് പോലും ഒരു വാക്ക് പറയാത്തെ? ചേച്ചീൻ്റെ കാരണമൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ അമ്മയ്ക്ക് ചേച്ചിയുടെ ഇഷ്ടമില്ല, നമ്മളെല്ലാം നല്ലതിനു വേണ്ടിയാ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്, അല്ലെങ്കിൽ ചേച്ചി ഒരിക്കലും ഇവിടെ പോയില്ലായിരുന്നു പാവം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ബബിതയും രോഹിത്തും വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിൽക്കാണ്. എല്ലാം ഒന്ന് സെറ്റായി വരികയായിരുന്നു, എൻ്റെ സ്വഭാവമൊക്കെ ഞാനൊന്ന് റീകറക്റ്റ് ചെയ്യായിരുന്നു, ചേച്ചിയെ പോലെ ആയില്ലെങ്കിലും ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രോഹി പറയാണ്, ഇടയ്ക്ക് എപ്പോഴോ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി കൈവിട്ട് പോകാൻ പോയ കുടുംബം നേരെയാക്കാൻ വേണ്ടി ദൈവം പറഞ്ഞയച്ചതായിരിക്കും ചേച്ചീനെ, അങ്ങനെ കരുതി നമുക്ക് സമാധാനിക്കാം. പിന്നെ എവിടെ പോയാലും ഇപ്പോൾ ഫോണുണ്ട്, വണ്ടിയുണ്ട്, നമുക്ക് കാണണം തോന്നുമ്പോളേ പോയി കാണാം. നമ്മുടെ ചേച്ചീനെ വിവാഹം കഴിച്ച് അയപ്പിച്ചു എന്ന് നമുക്കങ്ങ് കരുതിയാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ബബിതനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. മുറിയിൽ പോയി തേങ്ങി തേങ്ങി കരയാണ് കേട്ടോ അലീന. അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരുന്നുണ്ട്. എന്നിട്ട് അല്ല ചേച്ചി എന്നും പറയെ കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചിയുടെ മനസ്സിൽ എന്തുമാത്രം സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും, മറ്റാരെക്കാട്ടിലും ഈ മനസ്സ് എനിക്കറിയാം. അപ്പൊ അലീന പറയാണ്, എല്ലാവരും പോകണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ മോക്കറിയാലോ എൻ്റെ എല്ലാ അവസ്ഥയും. മോളുടെ അമ്മയുടെ വരണം, നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഞാനിവിടെ ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല മോളെ, അതുകൊണ്ടാ ചേച്ചി പോണത്. ചേച്ചി പോകുന്നെന്ന് പറയുമ്പം എല്ലാവരും മുമ്പിലും ഉണ്ടാകുന്നാലും എൻ്റെ ചങ്കിനകത്ത് തീയാ. എനിക്ക് വല്ലാതെ വിഷമം വരുമോ ചേച്ചി? ഇത്രയും കാലം എൻ്റെ കൂടെ രണ്ട് പെട്ടെന്ന് നടത്തി മാറ്റി കൊണ്ടുപോകുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. അതെല്ലാം സഹിക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താൽക്കാലികമായിട്ടുള്ള പോക്കാണെന്ന് മോള് കരുതിയാൽ മതി. എന്തെങ്കിലും സത്യങ്ങളെല്ലാം നിങ്ങളുടെ അമ്മ അറിയും. അന്ന് ഒരിക്കലും അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു സ്നേഹത്തോടെ നിൽക്കുന്ന സമയത്ത് ഞാൻ തിരികെ വരും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. എൻ്റെ കൂടെപ്പിറപ്പുകളെ ഇത്രയും വർഷം കണ്ടിട്ട് അവരെ വിട്ട് പോകുന്നതിൽ എനിക്ക് സങ്കടമില്ലെന്നാണോ മോള് കരുതിയത്? ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തത് എൻ്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ടാ, അല്ലാതെ പൂർണ്ണ മനസ്സോടെ ഇഷ്ടമുണ്ടായിട്ട് നിങ്ങളെല്ലാം വിട്ട് ഞാൻ പോണതല്ല എന്നും പറഞ്ഞുകൊണ്ട് അലീനയും തേങ്ങി കരയുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഇരുന്ന് പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടിയിട്ട് അങ്ങനെ ആ സ്റ്റാൻഡിലുള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ശരിക്കും ബാലേന്ദ്രൻ നമ്മുടെ ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇന്ന പോലെ നിങ്ങളുടെ പെങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ സൗകര്യമില്ല, അവള് പറഞ്ഞെങ്കിൽ അലീന അവിടെ പോണോന്നാ പറയുന്നത്. അപ്പൊ ഗംഗേട്ടൻ പറയാണ്, കാര്യങ്ങളെല്ലാം ശിവനും രാജീവനും വിളിച്ചോട് പറഞ്ഞായിരുന്നു, അവളുടെ അഹങ്കാരത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ ബാല? പിടിച്ചു പിടിയാലെ ഞങ്ങൾ അവിടെ കൊണ്ട് ഏൽപ്പിച്ചതല്ലേ, അവൾ എങ്ങനെ പെട്ടി നോക്കി വരുമെന്ന് ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു?
അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്നും ചെയ്യണ്ട, ചെയ്യാൻ പോണത് ഞാനാ. അലീന വീട് വിട്ട് പോവാണെന്ന് പറഞ്ഞു. എന്നോട് ശിവൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു അവൾ എവിടെ പോവാനാ. ഞാനപ്പോ ശിവനോട് പറയായിരുന്നു നമുക്ക് അവളെ ഒരു ഹോസ്റ്റലിലേക്ക് ആക്കാന്ന്. കൊള്ളാം, നല്ല അമ്മാവന്മാര്. അത്രയും പ്രായമായ ഒരു പെങ്കൊച്ച അവള്. എന്നിട്ട് അവളെ കൊണ്ട് വല്ല ഹോസ്റ്റലിലോ ജോലിക്കൊക്കെ നിർത്താന്ന് പറയാൻ നിങ്ങക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പം അല്ലാണ്ടിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വൈജോട് സത്യങ്ങളെ പറഞ്ഞാ നീ തന്നെയല്ലേ അവളെ ഉപേക്ഷിക്കുന്നു പറഞ്ഞത്. നിന്റെ വീട്ടിൽ നിൽക്കാനിട്ട് പറ്റത്തില്ല. കൊല്ലപ്പള്ളിയെ കൊണ്ട് നിർത്താന്ന് പറഞ്ഞാലോ അതും വിഷയമാണ്. പിന്നെ ഞങ്ങൾ എന്താ ബാല ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ഞാൻ പറയുന്ന അവളുടെ അഡ്രസ്സ് ഇങ്ങ് തന്നാ മതി, അല്ലാതെ വേറൊന്നും ചെയ്യണ്ട. അലീന എന്തായാലും പോവാൻ തീരുമാനിച്ചു. അവൾക്കൊറ്റ തീരുമാനമുള്ളൂ. അവള് തീരുമാനമെടുത്ത പിന്നെ അതിന്ന് മാറില്ല. അല്ല, ആറ് അഡ്രസ്സാ? വേറെ ആരുടെയല്ല, നിങ്ങളുടെ പെങ്ങളുടെ പഴയ ആമുഖനുണ്ടല്ലോ, ആ സ്റ്റാൻലി ജോസഫ്, അയാളുടെ. അല്ല, അയാളുടെ അഡ്രസ്സ് തനിക്കെന്തിനാ? ഞാൻ എന്തായാലും നാളെ അങ്ങോട്ടേക്ക് പോവാ. വേറൊന്നുമല്ല, അലീനനെ ഇനിയിപ്പൊ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവാ. അലീനനെ സ്റ്റാൻലി എടുത്തേക്കോ? അതിന് സ്റ്റാൻലിക്ക് അറിയില്ല അങ്ങനെ ഒരു മകൾ ഉണ്ടെന്ന് പോലും. അത് അറിയിക്കാനല്ലേ ഞാൻ അങ്ങോട്ട് പോണത് ഗംഗേട്ടാ. ദേ ബാലേന്ദ്ര, നീ എന്തിനാ ആവശ്യത്തിന് വിഷയം ഉണ്ടാക്കണത്? അവന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവന് പിള്ളേരുണ്ട്, അവനിപ്പോ വേറെ സെറ്റിൽഡ് ആണ്. അത് മാത്രല്ല, അലീന എന്ന് പറഞ്ഞ കുട്ടീനുണ്ടായ വിവരം പോലും അവനറിയില്ല. അത് ശരിയാ, നിങ്ങളുടെ അച്ഛൻ മറച്ചതാണല്ലോ എല്ലാവരോടും. അലീന എന്ന് പറഞ്ഞ ആള് ഭൂമിയിലേക്ക് വന്നിട്ട് പോലും ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വിശ്വസിച്ചല്ലേ അയാളും വേറെ വിവാഹം കഴിച്ചത്. എന്നിട്ട് ഇപ്പൊ കിടന്ന് നാടകം കളിക്കുന്നോ? ഞാൻ നാടകം കളിച്ചൊന്നല്ല, സത്യം പറഞ്ഞതാ. അങ്ങോട്ട് ചെന്ന് കയറുമ്പോ എന്ത് പറഞ്ഞ് കയറും? അലീന അയാളുടെ മകളാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പം ബാലൻ പറയാണ് എന്റെ തെളിവൊന്നുമില്ല, പക്ഷെ ഞാൻ കാര്യങ്ങളിൽ അയാളുടെ പറയും. അയാളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം. അലീനാനെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്ത് ഏൽപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധ. അവളുടെ അമ്മയെ കണ്ടു, ഇനി അവളുടെ അച്ഛനെ കൂടി കാണണം. അതുകൊണ്ട് ഞാൻ അവളുടെ അച്ഛനടുത്തേക്ക് ഏൽപ്പിക്കാൻ പോവാ. ഞാൻ നാളെ അങ്ങോട്ടേക്ക് പോകും. എനിക്ക് താൻ അഡ്രസ് ഒന്നല്ലെങ്കിലേ ഞാൻ അവളോട് ചോദിച്ചോളാം, വൈജിയോട്. ഗംഗേട്ടൻ പറയാണ് എനിക്ക് അത്ര ഡേറ്റിലിടുന്ന അറിയില്ല. അവരുടെ കുടുംബ വീടിന്റെ അഡ്രസ് അറിയാം, അതേ അറിയുള്ളൂ. ഇത്രയും വർഷമായില്ലേ, അവനിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ സ്റ്റാൻലിയുടെ കുടുംബ വീടിന്റെ അഡ്രസ്സ് ഗംഗേട്ടനിൽ നിന്നും ബാലനൻ മേടിക്കാൻ കേട്ടോ. ഇതേ സമയം ഗംഗേട്ടൻ വിളിച്ചിട്ട് രാജീവിനോടും ശിവനോടും ബാലന് സ്റ്റാൻലിയെ കാണാൻ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ശിവൻ ചോദിക്കാണ് ഈ ബാലൻ എന്തിനു സോക്കേടാ? അവിടെ പോയി നീ അവനെ കൊണ്ട് അറിയിച്ച് വെറുതെ വിഷയം ഉണ്ടാക്കണോ? അവനെങ്ങാണം വൈദ്യ അന്വേഷിച്ച് വന്നാലേ ആകെപ്പാടെ പുലിവാലാകില്ലേ എന്നൊക്കെ പറയുമ്പം ഗംഗേട്ടൻ പറയാണ് എനിക്കറിയില്ല, നമ്മളുടെ പെങ്ങളുടെ അഹങ്കാരം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. അലീനോടുണ്ടെങ്കിലേ ഇവക്കെന്താ പ്രശ്നം? അവള് മര്യാദയ്ക്ക് അവിടെ നിന്നാ പോരെ. പെട്ടിയും ബാഗും തൂക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെല്ലാം അവൾ ഒറ്റയെടുത്തി വരുത്തി വെച്ചതാ. നമ്മൾ ഇക്കിടന്ന് അനുഭവിക്കുന്നതും അവള് കാരണ. ബാലനും കുടുംബവും അലീനയും നമ്മളും എല്ലാവരും ഓരോരുത്തരും അനുഭവിക്കുന്നത് അവൾ ഒറ്റയെടുത്തി കാരണമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിറ്റേ ദിവസം ഗോവർദ്ധനെയും കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ സ്റ്റാൻലിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോണത് കേട്ടോ. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞൊരാളുടെ വീട്ടിലേക്കാണ് ബാലേന്ദ്രൻ ചെന്നിറങ്ങുന്നത്. അയാളാണല്ലോ കൊമ്പ മീശയൊക്കെ ആയിട്ട് വലിയൊരു ബംഗ്ലാവിന്റെ മുമ്പില് ഒരു ചാരികസാരയില് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോ നമ്മുടെ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വണ്ടി നിർത്തി അകത്തേക്ക് ചെന്നതിന് ശേഷം ബാലേന്ദ്രന് എന്റെ പേര് ബാലേന്ദ്രൻ, ഞാനാണെങ്കിൽ പാലയെന്ന് വരുവാണ് എന്ന് പറയുമ്പോ ഇരിക്കിരിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചായ പറയട്ടെ എന്ന് ചോദിക്കുമ്പം അയ്യോ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരെക്കാണെന്ന് വന്നതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ സ്റ്റാൻലി ജോസഫിനെയാണ് എന്ന് പറയുമ്പം സ്റ്റാൻലിയുടെ കൂട്ടുകാരനാണോ? അതെ, 10-23 വർഷം മുമ്പുള്ള കൂട്ടാ. ഇപ്പോഴാണ് ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ദേ ഇതെന്റെ ഇളയ മോനാ, സ്റ്റാൻലിയുടെ നേരെ ഇളയത് റോബർട്ട് എന്ന് പറയുന്നുണ്ട്. ലാലിച്ചേട്ടന്റെ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറയുന്നുണ്ട്. ഞാനേ അത്യാവശ്യമായിട്ട് ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ, ഞാൻ വരുമ്പോഴ് കാണുമോ? അയ്യോ ഇല്ല, ഞങ്ങൾ നേരത്തെ പോവും, എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് റോബർട്ട് അവിടെ നിന്ന് പോണുണ്ട്. ഇതെന്റെ ഇളയവനാ, പിന്നെ ലാലിച്ചനാ മൂത്തത്. അപ്പോ ലാലിച്ചനോന്ന് ചോദിക്കുമ്പം അതെ, സ്റ്റാൻലിനെ ഞങ്ങളെ വീട്ടില് ലാലിച്ചനാ വിളിക്കാറ്. അല്ല ഇപ്പൊ ലാലിച്ചൻ എവിടെയാ എന്ന് ചോദിക്കുമ്പം അവനിപ്പോ അവിടെ ഒരു എസ്റ്റേറ്റിലാ. ഒരു എസ്റ്റേറ്റില് അവിടെ ഒരു ഹൗസും ഉണ്ട്, എസ്റ്റേറ്റ് ഹൗസിലാണ് താമസിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. അല്ല ലാലിച്ചൻ വിവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കായിരിക്കും അല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? അവന് 3 കുട്ടികളുണ്ട്, ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം.
പിന്നെ ആളിച്ചിരി ആൽക്കഹോളിക്കാ, പട്ടാളത്തിലായിരുന്നല്ലോ, അതിന്റെ ഒരു സൈഡ് എഫക്റ്റാ. അതുകൊണ്ട് എപ്പോഴും വെള്ളമടിയാ. ഒറ്റയ്ക്കിപ്പോ ഒരു ഹൗസിലാണ് ജീവിക്കുന്നത്. സോറി, ഒരു എസ്റ്റേറ്റ് ഹൗസിലാണ് അവൻ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്കൊക്കെ പോകും. അങ്ങനെയൊക്കെയാ അവന്റെ ജീവിതം. അല്ല, പണ്ടേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ആഗ്രയില്. ആഹാ, ആഗ്രയില് താനും പട്ടാളക്കാരനായിരുന്നോ? അയ്യോ, ഞാൻ പട്ടാളക്കാരനല്ല. ഞാനവിടെ വേറൊരു ജോലിക്കായിട്ട് ചെന്നതാ. അങ്ങനെ ആ സ്റ്റാൻലിയുമായിട്ട് പരിചയപ്പെട്ടതൊക്കെ. അന്ന് സ്റ്റാൻലിയും വൈജയന്തി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നല്ലോ. അങ്ങനെ വൈജയന്തി ഗർഭിണിയായൊക്കെ ചെയ്തില്ലായിരുന്നോ? രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയി ഞാൻ പാലിലേക്ക് മടങ്ങി. പിന്നെ ഇവരെ കുറിച്ച് ഒരറിവും ഇല്ല. ആ പെൺകുട്ടി തന്നെ ആയിരിക്കല്ലേ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ മുഖം ആകപ്പാടെ അങ്ങ് മാറുകയാണ് കേട്ടോ. ശരിക്കും ഗോവർദ്ധനെ വണ്ടിയിൽ ഇരുത്തിയിട്ടായിരിക്കും കേട്ടോ ബാലൻ വന്നിട്ടുള്ളത്. ഗോവർദ്ധൻ വണ്ടിക്കകത്തിരുന്നോണ്ട് അവരുടെ കടയിലെ ഓരോ പേപ്പർ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോ അവതക്കുട്ടിച്ചായന്റെ മുഖമൊക്കെ ആകെപ്പാടെ മാറുന്നുണ്ട്. അങ്ങേര് ദേഷ്യപ്പെട്ട് ബാലന്റെ മുഖത്തേക്ക് നോക്കാണ്. അല്ല, അതൊന്നും അല്ല അവൻ കെട്ടിയത്. അതെ, സ്റ്റാൻലിക്ക് പറ്റിയ ഒരബദ്ധമായിരുന്നു. ആ ഒരു അബദ്ധം ഇനി ഒരിക്കലും പറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ വേറെ വിവാഹം ഉറപ്പിച്ചു. അവൻ വിവാഹം കഴിക്കുകയും ചെയ്തു. അവന് 3 കുട്ടികളുണ്ട്. അയ്യോ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. കാരണം പണ്ട് അവരുടെ പ്രണയം ഭയങ്കര വലിയ കൊടുമ്പിരിയുടെ പ്രണയമായിരുന്നല്ലോ. ഞാൻ അവിടുന്ന് പോണ സമയത്ത് ആ പറഞ്ഞ പെൺകുട്ടി ഏതാണ്ട് 7 മാസം ഗർഭിണിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അപ്പൊ ആ കുഞ്ഞോ? അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അവൾ ആ വഴിക്ക് പോയി, ഇവൻ ഈ വഴിക്ക് വന്നു. അവന് പറ്റിയൊരു പൊട്ടത്തരം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അല്ല, സ്റ്റാൻലിയെ കാണാൻ പോവാണോ? അതെ, സ്റ്റാൻലി ഒന്ന് കാണണം. ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട്. അവിടെ പോകുന്നതൊക്കെ കൊള്ളാം. ഈ കാര്യങ്ങളൊന്നും അവനോട് പറയരുത്. അവനതൊക്കെ മറന്ന് പുതിയൊരു കുടുംബമൊക്കെ ആയി സന്തോഷമായിട്ട് ജീവിക്കാണ്. അയ്യോ ഇല്ല, ഞാൻ പറയത്തൊന്നുമില്ല. ഞാനേ പാലയിലെ വലിയ ബിസിനസ്സുകാരനാ. എനിക്കവിടെ ജ്വല്ലറി ഷോപ്പും അതുപോലെ തുണിക്കടകളും ഹാർഡ്വെയർ ഷോപ്പും ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ചാളും ഗൾഫിലൊക്കെ ആയിരുന്നു. ആ സമയത്താ ഇവനോടുള്ള കോണ്ടാക്ട് ഒക്കെ മിസ്സായത്. അതുകൊണ്ടാ ഒന്നും അറിയാൻ സാധിക്കാഞ്ഞേ. ഇപ്പൊ ഞാൻ നാട്ടില് ഒരു അത്യാവശ്യ കേസുണ്ടെന്നപ്പോ സ്റ്റാൻലിയെ കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങനെ ചുമ്മാ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചത്. അങ്ങനെ ഇറങ്ങിയതാ എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ അഡ്രസ് ആരാ തന്നത്? അത് പിന്നെ സ്റ്റാൻലിയുടെ കൂടെ അന്ന് ജോലി ചെയ്ത ആളെ എന്റെ ഫ്രണ്ട് ലിസ്റ്റില് ഇപ്പോഴും ഉണ്ട്. അയാളോട് ചോദിച്ചു മേടിച്ചതാ. ആ, എന്തായാലും ചായ കുടിച്ചിട്ട് പോയാ മതി. അയ്യോ അത് വേണ്ട, ഇത്രയും താമസിച്ചില്ലേ, ഞങ്ങൾ പോണം. പാലയിലേക്ക് ഇനി ഒരുപാട് പോകാനുള്ളതല്ലേ. അതിനു മുമ്പ് സ്റ്റാൻലി ഒന്ന് പോയി കാണണം. അതിനുശേഷം അവന്റെ കൂടെ 10 മിനിറ്റിലും വർത്താനം പറയണ്ടേ. എന്നിട്ട് എനിക്ക് നാളെ തിരിച്ചു പോകാനുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് ബാലനാണെങ്കില് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ വണ്ടിയിൽ പോയി ഇരിക്കുകയാണ്. ആരാ ബാലേട്ടാ അത് എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പം എന്റെ പഴയൊരു സുഹൃത്തിന്റെ അപ്പനാ. അവന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ തറവാട്ടിലേക്ക് വന്നതാ എന്ന് പറയുന്നുണ്ട്. ഗോവർദ്ധൻ അപ്പോഴും കടയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അയാൾ പറഞ്ഞ അഡ്രസ്സ് വെച്ച് സ്റ്റാൻലിയെ കാണാനായിട്ട് ബാലേന്ദ്രൻ നേരെ ആ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോവാണ്. ആ ഒരു അടുത്തെങ്ങും തന്നെ ഒരു വീടൊന്നും ഇല്ല കേട്ടോ. വലിയൊരു ബംഗ്ലാവ് എന്ന് വെച്ചാല് നിറയെ ഏലവും കാപ്പിയും കുരുമുളകും ഒക്കെയുള്ള കുറെ ഏക്കർ ഇടുന്ന സ്ഥലമാണ്. ആ ഒത്തു നടുവിലായിട്ട് വലിയൊരു ബംഗ്ലാവും. ബാലേന്ദ്രൻ പോയി ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് നിറയെ പട്ടികളായിരിക്കും കേട്ടോ. ബാലൻ ഒരു നിമിഷം പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടുന്ന് ഒരു കാവൽക്കാരനപ്പുറം തോന്നുന്ന ഒരാൾ വന്നിട്ട് ആ പട്ടിയൊക്കെ ഓടിച്ചിടാണ്. ആരെ കാണുന്ന സാറെന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പം ആ സാറകത്തുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ബാലൻ അകത്തേക്ക് കയറി ചെല്ലുന്നു കേട്ടോ. ഇപ്പോഴും ഗോവർദ്ധൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണേ. അങ്ങനെ ബാലേന്ദ്രൻ അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ബാലനെ കാഴ്ചയോട് ഞെട്ടിപ്പോവാണ്. ആ റൂം നിറച്ചും പട്ടികളാട്ടോ. എന്നുവെച്ചാൽ സെറ്റിയിലും തറയിലും അവിടെ എല്ലായിടത്തും ഈ കുഞ്ഞു പൂടപ്പട്ടി മുതല് വലിയ പട്ടികൾ വരെയാണ് ആ സ്റ്റാൻലിയുടെ കളക്ഷൻസ്. അങ്ങനെ ആ പെര നിറച്ചതിന് പട്ടികളാട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ബാലേന്ദ്രന് എന്തൊരു അസ്വസ്ഥത തോന്നുകയാണ്. ആ വരണം വന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റാൻലി ആണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിരുത്തുന്നുണ്ട്. ബാലേന്ദ്രൻ സ്റ്റാൻലിയുടെ മുമ്പിലുള്ള സോഫയിൽ ഇരിക്കുകയാണ്. സ്റ്റാൻലി വന്ന് ഇരുന്നപ്പോ തന്നെ അയാളുടെ മടിയിലേക്ക് 2-3 പട്ടികൾ ഓടിക്കയറി വന്ന് കിടക്കുന്നുണ്ട്. മുമ്പിലും മേശയിലാണെങ്കിലോ മദ്യക്കുപ്പികളും ഗ്ലാസുകളും നേരത്തെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഷോക്കേസുകളിലാണെങ്കിലും വിവിധതരം മദ്യങ്ങളുടെ കളക്ഷനാണ് അയാൾക്കുള്ളത്. ആ വീട് നിറയെ ബോട്ടിലുകളും പട്ടികളും മാത്രം കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ആകെപ്പാടെ ബാലേന്ദ്രന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാണ്. ഈ സമയം ജോലിക്കാരനോട് പോയി ഡ്രിങ്ക്സ് എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 ഗ്ലാസും ഡ്രിങ്ക്സും ഒക്കെ എടുത്തോണ്ട് വരുമ്പം ബാലൻ പറയാണ്, എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ പകൽ സമയങ്ങളൊന്നും മദ്യപിക്കാറില്ല. അത് മാത്രമല്ല
ഇപ്പൊ ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ അങ്ങനെ മദ്യപിക്കാറുമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഒരെണ്ണം ഒഴിക്കട്ടെ. അയ്യോ സ്റ്റാൻലി, ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് സംസാരിക്കാനുണ്ട്. അതിന് സ്റ്റാൻലി ബോധത്തോടെ ഇരിക്കണം. അയ്യോ, ഇത് ചെന്നാലേ ഞാൻ ബോധത്തോടെ ഇരിക്കുള്ളൂ, ഇതില്ലാതെ എനിക്കിപ്പോ ഒരു നിമിഷം പോലും ഇരിക്കാനാവില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അല്ല, എനിക്ക് എന്റെ അറിവില് ഒരു കുട്ടിയുണ്ട്, അലീന. ആ കുട്ടിക്കും ഇതുവരെ പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് പട്ടികളാണെങ്കിലും അവളെ കണ്ട അപ്പൊ തന്നെ അവൾ അരികിലേക്ക് വരും. ഭയങ്കര ഇഷ്ടാ ആ കുട്ടിക്ക്. അല്ല, അങ്ങനെ ആ കുട്ടികളോട് പട്ടികളുടെ കളക്ഷനൊക്കെ ഉണ്ടോ? അതൊന്നും ഇല്ല. അവളുടെ അമ്മയ്ക്ക് ആ പട്ടീനെ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ വളർത്താൻ സമ്മതിക്കത്തുമില്ല. അയ്യോ കഷ്ടം, ആ കുട്ടി ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവൾക്കിതൊക്കെ കാണുമ്പോളേ വലിയ സന്തോഷമായിരിക്കും. ഒരു ദിവസം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ശരി, ഇനി പറ, താങ്കൾ ആരാ? എന്തിനാ വന്നത്? ഇവിടം വരെ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എന്ന് സ്റ്റാൻലി പറയുമ്പോൾ ബാലൻ പറയാണ്, ഞാൻ അതിലേക്ക് കടന്നു വരുന്നത് അതെങ്ങനെ തുടങ്ങണമെന്നറിയാതെ ഞാൻ സ്റ്റാർട്ടിംഗ് ട്രബിളായിട്ട് നിന്നാണ് എന്ന് പറയുമ്പം അതൊന്നും സാരയില്ല, താൻ പറഞ്ഞോ. സ്റ്റാൻലി ചോദിക്കുകയാണ്, എൻ്റെ ഈ അഡ്രസ്സ് എവിടുന്നാ കിട്ടിയത്? അത് പിന്നെ ഞാൻ താങ്കളുടെ അച്ഛനരികിലേക്ക് പോയിരുന്നു, അവിടെ നിന്നാണ് ഈ അഡ്രസ്സ് കിട്ടിയത് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അരികിലേക്കോ? അല്ല, എൻ്റെ തറവാടിൻ്റെ അഡ്രസ്സ് ഇപ്പം എങ്ങനെ കിട്ടി? അത് പിന്നെ പണ്ട് ആഗ്രയിൽ വെച്ച് നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഗംഗാധരമേനനെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ അറിയാം, അയാളുടെ അയാൾ തന്നതാ എന്ന് പറയുന്നുണ്ട്. കൊള്ളാലോ, ഒരുപാട് വർഷങ്ങളായി അവരെയൊക്കെ കണ്ടിട്ട്. അല്ല, ഇപ്പൊ അന്വേഷണമുള്ള കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഉണ്ട് എന്ന് ബാലൻ പറയുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ, അത് പറയാനാ ഞാൻ വന്നത്. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറയാനോ? എന്ത് കഥ? അല്ല, അന്ന് നിങ്ങൾ ആഗ്രയിലെ എൻവയോൺമെന്റിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് നിങ്ങൾ വൈജയന്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായിരുന്നില്ലേ? അതിനുശേഷം ആ പെൺകുട്ടി ഗർഭിണിയാവുകയും നിങ്ങൾ അവിടുന്ന് കടന്നു കളയുകയും ചെയ്തില്ലേ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ഗ്ലാസ് മുറുക്ക് ഡെസ്കിൽ വെക്കാണ്. നിങ്ങൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്. ആ വൈജയന്തിയുമായിട്ട് ഞാന് പ്രണയത്തിലായിരുന്നു, അടുപ്പത്തിലായിരുന്നു, അത് ശരിയാ. അതിനുശേഷം ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നത് ശരിയാ, പക്ഷെ ഞാൻ കടന്നു കളഞ്ഞെന്ന് പറയരുത്, അത് ശരിയല്ല എന്ന് പറയുമ്പം ആ പെൺകുട്ടി ഗർഭിണിയായി. അതിനുശേഷം അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൾ പ്രസവിച്ചു, ആ കുഞ്ഞ് മരിച്ചു. ഇതൊക്കെയല്ലേ നിങ്ങൾ അറിഞ്ഞ കഥ എന്ന് ചോദിക്കുമ്പം ബാലനോട് സ്റ്റാൻലി ചോദിക്കാണ്, നിങ്ങൾ എന്തൊക്കെയാ വാലും തലയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കാണ്. കൊല്ലപ്പള്ളിയിലെ ഗംഗാധര മേനോനെയും അതുപോലെ ശിവനെയും അതുപോലെ രാജീവിനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവർ അച്ഛനും നിങ്ങൾക്ക് അറിയാലോ. അവർ ഒറ്റ പെങ്ങളായ വൈജയന്തിനെ നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയാണ്, ഇതെല്ലാം എനിക്കറിയാം. അതെല്ലാം ഈ പറഞ്ഞിട്ട് താങ്കൾ എന്തിനാ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? അത് പിന്നെ അതും ഞാനുമായിട്ട് ബന്ധമുണ്ട്. ബന്ധമുണ്ടോ? നിങ്ങളപ്പോ കൊല്ലപ്പള്ളിയിലെ ആളുകളുമായിട്ട് അടുത്തറിയാവുന്നവരാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളോട് അത് പറയണം എന്ന് പറയുമ്പോൾ എന്ത് കാര്യങ്ങളാ എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈജയന്തിന്റെ കാര്യം തന്നെ. നിങ്ങൾ എന്തിനാ വീണ്ടും ആ കാര്യം തന്നെ പറഞ്ഞത്? അതൊക്കെ ക്ലോസ് ആയ ചാപ്റ്ററാ. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് 3 മക്കളുണ്ട്. ഏതോ ഒരു വിഡി അവളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ ബാലേന്ദ്രന് അടികൊണ്ടോലായിപ്പോയിട്ടോ. ഒന്നും മിണ്ടാതെ ബാലൻ പറയാണ്, അതെ, നിങ്ങൾ അറിയാത്ത കുറെ കഥകളുണ്ട്, അതുകൂടി പറയണമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നത്. സ്റ്റാൻലിക്ക് അത് കേൾക്കാൻ മനസ്സുണ്ടാവോ? പിന്നല്ലാതെ, താൻ ഇത്രയും ദൂരം എന്നെ കാണാണ്ട് വന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്ന് എനിക്കറിയാം. താൻ പറഞ്ഞോ, അതൊക്കെ കേൾക്കാൻ ഞാനിവിടെ റെഡിയാ. എനിക്കിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞ് അയാൾ ചിരിക്കുന്നുണ്ട്. ബാലിന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും സ്റ്റാൻലിയുടെ ഈ ഒരു ബിഹേവിയറിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ആ കാമാടിന് സംസാരിക്കുകയാണ്. അന്ന് വൈജയന്തിയുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലായിരുന്നല്ലോ. അതിനുശേഷം ആ പെൺകുട്ടി 8 മാസം ഗർഭിണിയായിരുന്നപ്പോൾ നിങ്ങൾ അവിടുന്ന് പോയി. ശേഷം ഗംഗേട്ടനും രാജീവേട്ടനും ശിവേട്ടനും കൂടി കൂടിയിട്ട് അവളുടെ അച്ഛനും കൂടെ കൂടിയിട്ട് അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടുകാരും വീട്ടുകാരും അറിയാതെ അവളുടെ പ്രസവം കൊട്ടാരക്കരയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നടത്തി. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ അവളുടെ അച്ഛനും ബാക്കി എല്ലാവരും നിങ്ങളോട് പറഞ്ഞത്. അത് കേട്ട് സ്റ്റാൻലി ഞെട്ടാണ്. മരിച്ചു പോയെന്ന് പറഞ്ഞോ? അപ്പോ ആ കുഞ്ഞ്? ഇല്ല, ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല. ആ കുഞ്ഞിന് അപ്പോൾ തന്നെ നിങ്ങളുടെ അച്ഛൻ അവതക്കുട്ടിച്ചായനും അതുപോലെ വൈജയന്തിന്റെ അച്ഛനും കൂടെ കൂടിയിട്ട് ഒരു ആശ്രമത്തിന് ഏൽപ്പിക്കുകയായിരുന്നു, ഒരു അനാഥാലയത്തിലേക്ക് എന്ന് പറയുമ്പം സ്റ്റാൻലി ഗ്ലാസും വെച്ച് ഞെട്ടി എഴുന്നേറ്റ് നിൽക്കാണ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ?
ഞാനോടൊന്ന് അന്വേഷിച്ചപ്പോ ആ കുട്ടി മരിച്ചുപോയെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. ബാലൻ പറയാണ്, ഇല്ല, നിങ്ങൾ കേട്ടതെല്ലാം ശരിയല്ല. നിങ്ങളുടെ അച്ഛൻ്റെ തലയിലും വൈദ്യൻ്റെ അച്ഛൻ്റെ തലയിലും ഒക്കെ ജാതിയും മതമൊക്കെ ഓടി നടക്കുകയായിരുന്നല്ലോ. ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടൊരു ഹിന്ദുവിനെ കെട്ടിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. ഒരിക്കലും നിങ്ങൾ ഒരുമിക്കണമെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങളുടെ അച്ഛനും അവളുടെ അച്ഛനും കൂടെ കൂടിയിട്ട് ഇങ്ങനൊരു ചതി ചെയ്തത്. ആ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞ് നിങ്ങളെ വൈജയന്തിനെയും എല്ലാവരെയും വിശ്വസിപ്പിച്ചു. സ്വന്തം ആങ്ങളമാരെ പോലും അവർ വിശ്വസിപ്പിച്ചു. അതിനുശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് അവര് പ്രജിത്താമമ്മി എന്ന് പറഞ്ഞ ആളുടെ കയ്യിലേക്ക് സ്നേഹനികേതനം എന്നൊരു ആശ്രമത്തിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ട് സ്റ്റാൻലി ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. സ്റ്റാൻലിയോട് ബാലൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നിങ്ങളന്ന് എന്തുകൊണ്ടാ വൈദ്യനെ ഉപേക്ഷിച്ചിട്ട് പോയത്? നിങ്ങളെ കുഞ്ഞിനെയും നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ അറിയാത്ത മറ്റൊരു കഥ കൂടിയുണ്ട്. ഞാനന്ന് അവിടുന്ന് ഞങ്ങളുടെ വിവാഹത്തിനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി അവിടുന്ന് പോയത്. അങ്ങനെ ഞാൻ നേരെ പോയത് എൻ്റെ നാട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം 6 മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. ശേഷമാണ് ഞാൻ ഉണർന്നത്. ആ സമയത്ത് അനിയനെ വിട്ട് ഞാൻ കുറെ അന്വേഷിപ്പിച്ചിരുന്നു. എന്നാൽ അന്നറിയാൻ സാധിച്ചത് വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി, അവളാണെങ്കിലോ വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ അറിയാൻ പറ്റിയത്. അതോടുകൂടി ഞാൻ തകർന്നു പോയി. വീണ്ടും 6 മാസം വീൽ ചെയറിലും വാക്കറിലും ഒക്കെ നടക്കുകയായിരുന്നു. ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനൊന്ന് റെഡിയാകാനായിട്ട് ഏകദേശം 1.5 വർഷത്തോളം എടുത്തു. ആ സമയത്ത് ഞാൻ അറിഞ്ഞത് വൈജയന്തി വേറെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നാ. അതോടുകൂടി ഞാൻ തകർന്നു പോയി. അവിടുന്ന് കരകയറി വരാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. അതിനുശേഷമാണ് ഞാൻ വേറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും വേറെ വിവാഹം കഴിച്ചതും ജീവിതത്തിലേക്ക് തിരികെ വന്നതും എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പൊ ബാലൻ ചോദിക്കാണ്, അപ്പൊ ശരിക്കും നിങ്ങൾ അവളെ ഉപേക്ഷിച്ചു പോയതല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ അവളെ ഉപേക്ഷിച്ചു പോയതല്ല. ഞങ്ങളുടെ വിവാഹ നേരത്തുള്ള ആവശ്യം വേണ്ടി പോയതാ. പക്ഷെ ഞാൻ കോമയിലായിരുന്നു. ആരോടും ഒന്നും പറയാൻ പറ്റാതെ, എന്റെ ഭാര്യയും കുഞ്ഞും എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ ആ ഒരു ഉറക്കത്തിൽ തന്നെ ആയിരുന്നു 6 മാസത്തോളം എന്ന് പറയാണ്. ബാലൻ പറയാണ്, ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ വൈജയന്തിയോട് അവര് പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു, വേറെ ക്രിസ്ത്യാനി പെണ്ണെ വിവാഹം കഴിച്ചു, സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാ വൈജയന്തിന് പറഞ്ഞത്. അതും കേട്ട് വിശ്വസിച്ചാണ് ആ പെണ്ണ് വേറെ വിവാഹത്തിന് തയ്യാറായത് എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്കെന്ന് ചതിച്ചത് നിങ്ങളുടെ അച്ഛനും അവളുടെ അച്ഛനുമാണ് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട് സ്റ്റാൻലിക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. അല്ല, താൻ പറഞ്ഞില്ലേ എന്റെ മകള് ഏതൊരു അനാഥാശ്രമത്തിലുണ്ടെന്ന്? അവളിപ്പോ എവിടെയാ? അവളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ബാലൻ പറയുന്നുണ്ട്, അവളെ കാണാം, തീർച്ചയായിട്ടും കാണാൻ പറ്റും. മുമ്പേ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അലീന, ആ കുട്ടി തന്നെയാ നിങ്ങളുടെ മകള് എന്ന് പറയുന്നുണ്ട്. അപ്പോ അയാൾക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അയാൾ ചോദിക്കാണ്, അല്ലിപ്പോ വൈജിക്ക് അവളുടെ മകളെ അറിയില്ലല്ലോ, മരിച്ചുപോയെന്നല്ലേ അവളോടും പറഞ്ഞിരിക്കുന്നേ. അപ്പോ അവളുടെ കാര്യമൊക്കെ എങ്ങനാ? അവളെ ഒരു പാലാക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ വിവാഹം കഴിച്ചു. ഇപ്പൊ 3 കുട്ടികളും ഉണ്ട്. അയാളെ കഴിഞ്ഞിടയ്ക്ക സത്യങ്ങളെല്ലാം അറിഞ്ഞത്. അത് വേറെ ആരുമില്ല, ഈ പറഞ്ഞ ഞാൻ തന്നെയാ. നിങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ ഒരു മണ്ടൻ വിവാഹം കഴിച്ചെന്ന്. ആ മണ്ടൻ ഞാനാ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ സ്റ്റാൻലി പറയാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല പറഞ്ഞത്. വൈജയന്തിയുടെ ഈ ഒരു അവസ്ഥ ഞങ്ങൾ ഇടയ്ക്കൊന്നും ചതിക്കുകയല്ലായിരുന്നു എല്ലാവരുടെ. ഞങ്ങൾ ഒരിക്കലും ഒന്നും അറിഞ്ഞില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതല്ല, ഞങ്ങളുടെ അച്ഛനും വീട്ടുകാരും ഞങ്ങളെ സഹകരിക്കുകയായിരുന്നെങ്കിൽ ഞാനും എന്റെ വൈജയും ഞങ്ങളുടെ കുട്ടിയുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചേനെ. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ. അവൾക്കും ഫാമിലിയായി. നിങ്ങൾ അവളുടെ ഭർത്താവാണ്. നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. എനിക്ക് വേറെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, നിങ്ങൾക്കത് എങ്ങനെ ഇത്ര നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നേ? എനിക്കതിന് സാധിക്കില്ല. കാരണം പിഴച്ചു പോയത് എന്റെ ഭാര്യയല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനൊന്നും പറയാതെടോ ബാലോ. കാരണം ചെറുപ്പകാലത്ത് സംഭവിച്ചു പോയ ഒരബദ്ധം, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടി ഞങ്ങളോട് ചെയ്തൊരു ചതി. അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ജീവനോടുണ്ടെന്നും എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞെന്നെങ്കിലേ അവളെ വിവാഹത്തിന് ഇല്ലായിരുന്നല്ലോ. ആങ്ങളമാരുടെയും അച്ഛൻ്റെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ അവളങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നീ എന്തിനാ അവളെ കുറ്റം പറഞ്ഞേ എന്ന് ചോദിക്കാണ്. ആർക്കും എന്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ അലീന ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അവളെ ഇങ്ങോട്ടേക്ക് ആക്കാന്നാ ഞാൻ കരുതുന്നത്. അപ്പൊ സ്റ്റാൻലി ചോദിക്കാണ്, ഇങ്ങോട്ടോ? അവളെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ കാശ് തരാം. അവളെ ഏതെങ്കിലും ഹോസ്റ്റലൊക്കെ തേടി പഠിപ്പിക്കാൻ നോക്ക്. കാശിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം കോടിക്കണക്കിന് സ്വത്തുക്കള് എന്റെ പേരിലുണ്ട്. അത് അലിനയ്ക്ക് കൊടുക്കാൻ എനിക്കൊരു മടിയില്ല. അവളെ സേഫ് ആക്കാനും എനിക്കറിയാം. പക്ഷേ അവളുടെ അച്ഛൻ ജീവനോടുള്ളപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. അവൾക്ക് കാശിന്റെയും പണത്തിനൊന്നും ഒരാവശ്യമില്ല. നിങ്ങളെപ്പോൾ അച്ഛന്റെ സ്നേഹമാണ് അവൾക്ക് ആവശ്യം. അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ ഇവിടേക്ക് ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയാണ്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് പറയാം. ബാലൻ പറയാണ്, മതി, അത് മതി. എന്തായാലും അവൾക്ക് ഇങ്ങനെ ഒരു അച്ഛനുള്ള കാര്യം അവളോടൊന്ന് അറിയട്ടെ. അത് മാത്രല്ല, നിങ്ങളും അറിയണം, 23 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകൾ ജീവനുണ്ടെന്നുള്ള കാര്യം. അത് നിങ്ങളും അറിയണം. അതെനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് പോകാനിറങ്ങാണ്. പ്രത്യേകിച്ച് സ്റ്റാൻലിയുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. കാരണം അയാൾ അതിനെല്ലാം ഓവർകം ചെയ്യാൻ പഠിച്ചിരുന്നു കേട്ടോ. തന്റെ കാമുകി തന്നെ ചതിക്കായിരുന്നു മനസ്സിലാക്കി, തന്റെ കുഞ്ഞ് മരിച്ചെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നാണ് സ്റ്റാൻലി. കുറെ കാലം ഒരേ ബെഡിൽ തന്നെ കോമാ സ്റ്റേജിൽ കിടക്കുകയും വീണ്ടും കുറെ മാസങ്ങളോളം ആ ബെഡിൽ തന്നെ ചിലവഴിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മാനസികമായി അയാൾ എല്ലാത്തോടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ട് തന്നെ അയാൾ അധികം ഒന്നും പറയാനും നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബാലൻ അവിടുന്ന് പടിയിറങ്ങി പോവാണ്. ശേഷം സ്റ്റാൻലി അപ്പോൾ തന്നെ ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് സ്വന്തം അപ്പനായ ഔതുക്കുട്ടിയെ കാണാണ്ട് ചെല്ലുന്നുണ്ട്. ചീറിപ്പാഞ്ഞത് സ്റ്റാൻലിയുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ ഔതുക്കുട്ടിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നിട്ടോ. വണ്ടിയിൽ നിന്നും ഡോർ തുറന്ന് സ്റ്റാൻലി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നേരെ പോണത് അപ്പന്റെ അടുത്തേക്കാ. എന്നിട്ട് ചോദിക്കാണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നോട് എന്നാ പറഞ്ഞത്? വൈജ എന്നെ ചതിച്ചു, അവള് വേറെ പയ്യനെ വിവാഹം കഴിച്ചു, അവളുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേന്ന് ചോദിക്കാണ്. ആ ബാലേന്ദ്രൻ എന്നെ കാണാൻ വന്നിരുന്നല്ലേ? ആ വന്നിരുന്നു, എന്നെ കാണാൻ വന്നിരുന്നു. എനിക്കറിയേണ്ട കാര്യം ഇത് തന്നെയാ. പറച്ചാ, എന്റെ കുഞ്ഞ് മരിച്ചു പോയിരുന്നോ അതോ ആ കുഞ്ഞ് ജീവനുണ്ടോ എന്ന് ചോദിക്കുമ്പം അവതുക്കുട്ടി തലയും കൊണ്ട് ചിരിക്കാണ്. അപ്പോ അയാള് പറഞ്ഞില്ല സത്യമല്ലേ? ആ കുഞ്ഞ് മരിച്ചു പോയില്ലല്ലേ? നിങ്ങളെല്ലാം കൂടി എന്നെ വായിച്ച് ചതിക്കുന്നല്ലേ എന്ന് ചോദിക്കാണ്. എടാ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നമ്മളെ ഒന്നാന്തരം കുടുംബക്കാരാ, നസ്രാണികള്. അങ്ങനെയുള്ളപ്പോ കണ്ട ഹിന്ദുക്കളൊക്കെ വിളിച്ച് വീട്ടിൽ കയറാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമില്ല. അച്ഛനത് പറയാൻ നാണമില്ലേ? എന്റെ വൈജ, അവളുടെ വയറിൽ വളർന്ന എന്റെ കുഞ്ഞ്, അതിനേക്കാളിലൊക്കെ വലുതായിരുന്നു അച്ഛൻ ഈ സമുദായക്കാരും ഈ ഒരു ഇതൊക്കെ. എന്നിട്ട് മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞ് അവളുടെ അടുത്തുനിന്നും എന്റെ അടുത്തുനിന്നും നിങ്ങൾ ആ കുഞ്ഞിനെ അകറ്റിയില്ലേ? ആ കുഞ്ഞ് അമ്മയുടെ സ്നേഹം അറിയാതെ ഒരു അനാഥത്തിൽ കിടന്ന് വളർന്നില്ല ഇത്രയും കാലം എന്ന് ചോദിക്കാണ്. അവതക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അവളെയും പറ്റിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. എല്ലാവരും കൂടി ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കല്ലായിരുന്നോ എന്ന് സ്റ്റാൻലി ചോദിക്കാണ്. അവതക്കുട്ടിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. പണ്ടത്തെ ആ ശൗര്യവും ആ ഒരു ആരോഗ്യമൊന്നും ഇപ്പോഴില്ലല്ലോ. തന്റെ മകന്റെ മുമ്പില് താനൊരു തെറ്റുകാരനെ പോലെ കൂനിക്കൂടി അയാൾ നിൽക്കാണ്. സ്റ്റാൻലിക്ക് ആകെപ്പാടെ തല പെരിക്കുന്നുള്ള തോന്നുവാണ്. ഇത്രയും കാലം വൈജ തന്നെ ചതിക്കായിരുന്നു. അവളുടെ വീട്ടുകാരൊക്കെ കൂടെ പോയി കുഞ്ഞു മരിച്ചതിന് ശേഷം വേറെയുള്ള വിവാഹം കഴിച്ചുള്ള സുഖമായി ജീവിക്കുകയാണെന്നൊക്കെയാണല്ലോ സ്റ്റാൻലി കരുതിയിരുന്നത്. പക്ഷെ ചതിച്ചത് സ്വന്തം വീട്ടുകാരാണെന്ന് അറിഞ്ഞപ്പോ സ്റ്റാൻലി ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും അലിനെ ഇനി അങ്ങോട്ടേക്ക് ആക്കണം എന്നുള്ള തീരുമാനം തന്നെ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് സ്റ്റാൻലി ആകെപ്പാടെ വട്ടുപിടിച്ച അവസ്ഥയിൽ അവന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർക്കാണ്. വൈജ ഗർഭിണിയായിരുന്നപ്പോ സ്റ്റാൻലി വാളിൽ തലവെച്ച് കിടക്കായിരുന്നു. ആ സമയത്ത് ആ വയറുള്ള അനക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചു കിടക്കായിരുന്നു. വൈജയപ്പോ അനങ്ങുന്നത് സ്റ്റാൻലി വിളിച്ച് കാണിക്കുകയും സ്റ്റാൻലി ചെവി കൊണ്ട് അതിങ്ങനെ അടുത്തറിയുകയൊക്കെ ചെയ്യുന്നതും പണ്ട് സന്തോഷമായിട്ട് സ്റ്റാൻലി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നോക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ആ കുഞ്ഞിനെ വരാനായിട്ട് ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയാണെന്ന് അന്നേ സ്റ്റാൻലി പറയായിരുന്നു കേട്ടോ. അന്ന് അവസാനമായി വൈജയെ കണ്ടുപോകുമ്പോൾ വൈജയ്ക്ക് 7 മാസം ഗർഭിണിയായിരുന്നു. പോവാൻ നേരം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരികെ വരണം, ഞാൻ കാത്തിരിക്കുമെന്ന് വൈജ പറയുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി അവിടുന്ന് പോയ വഴിക്കാണ് അവൻ ആക്സിഡന്റ് ഉണ്ടാവുന്നതും കോമാ സ്റ്റേജിലാവുന്നതും. അതെല്ലാം ഒരു നിമിഷം പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് മിന്നിമായി പോവാണ്. ശേഷം കണ്ണു തുറക്കുമ്പോൾ അറിയുന്നത് വൈജ വേറെ വിവാഹം കഴിച്ചു, സ്വന്തം കുട്ടി മരിച്ചുപോയി എന്നൊക്കെയാണ്. വൈജ ഇത്ര പെട്ടെന്ന് മാറിപ്പോയതോർത്ത് സ്റ്റാൻലി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. തന്നെ കുടുംബക്കാരെല്ലാം ചതിച്ചു ചേർത്ത് സ്റ്റാൻലിയുടെ തലയ്ക്ക് വട്ടുപിടിക്കുന്നത് തോന്നുകയാണ്. അയാൾ അവിടുന്ന് മദ്യം വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കുന്നുണ്ട്. മനസ്സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. തന്റെ മകളെക്കുറിച്ച് അയാൾ പറഞ്ഞല്ലോ. അപ്പം മുതൽക്ക് സ്റ്റാലിന്റെ മനസ്സില് തന്റെ മകൾ എങ്ങനെയായിരിക്കും, അവളെ ഒന്ന് കാണണം എന്നതിന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം തോന്നിക്കാണ്. എങ്ങനെയെങ്കിലും അലിനെ കാണാൻ വേണ്ടി അയാൾ തീരുമാനിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ തന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ പോണത്. അതുകൊണ്ട് ആ അഡ്രസ്സ് എടുത്ത് അയാൾ നോക്കാണ്. തന്റെ മകള് താൻ ഇതുവരെ കാണാതെ പോയ
താൻ മരിച്ചു എന്ന് കരുതിയ തന്റെ സ്വന്തം മകളെ കാണാനായി അങ്ങനെ സ്റ്റാൻലി ഇറങ്ങിത്തിരിക്കാണ് കേട്ടോ. ഇതിന് രണ്ടാം ഭാഗം, അതായത് നെക്സ്റ്റ് സ്റ്റോറി അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.